UDF സർക്കാർ ഹണിമൂൺ പീരീഡ് പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി ക്രിയാത്മകമായ പ്രവർത്തനങ്ങളുടെ കാലമാണ്. അതിനു മുമ്പ് വലിയ ഉടച്ചുവാർക്കലുകൾ ആവശ്യമാണ്. വിവിധ കോർപ്പറേഷൻ തലപ്പത്ത് ഇപ്പോഴും LDF നിയമിച്ചവർ തന്നെയാണ് ഇരിക്കുന്നത്. അവരെ പുറത്താക്കി പകരം കഴിവും പ്രാപ്തിയുമുള്ള നേതാക്കന്മാരെ തൽസ്ഥാനത്ത് അവരോധിക്കണം. അതിനുള്ള നീക്കം തത്വത്തിൽ UDF-ൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും സുപ്രധാനമായ ചില പദവികളുണ്ട്. അതിൽ കണ്ണുവെച്ച് തലമൂത്ത നേതാക്കന്മാരും അവരുടെ പാർട്ടികളും രംഗത്ത് വന്നതോടെ രംഗം വഷളാകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ക്യാബിനറ്റ് റാങ്കിലുള്ള ഒന്നിലധികം പദവികൾ ആളൊഴിഞ്ഞു കിടക്കുകയാണ്. അതിലേക്കാണ് പല പാർട്ടികളുടെയും നോട്ടം. ഒരു മന്ത്രിസ്ഥാനം കൊണ്ട് തൃപ്തിയടഞ്ഞ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും RSP വിഭാഗവും ശക്തമായ വിലപേശലുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനത്തേക്കാണ് കണ്ണുകളേറെയും നീളുന്നത്. സംസ്ഥാന മന്ത്രിമാരുടെ പദവിയാണ് ഈ സ്ഥാനത്തിന്. സ്വന്തമായ ഓഫീസും വാഹനങ്ങളും അടക്കം വലിയ സൗകര്യങ്ങൾ ഈ സ്ഥാനത്തിനുണ്ട്. മുതിർന്ന നേതാവ് PJ ജോസഫിനെ ഈ പദവിയിൽ അരിയിട്ട് വാഴിക്കാനാണ് കേരള കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി യോഗത്തിലാണ് പാർട്ടി ചെയർമാനും മുതിർന്ന നേതാവുമായ PJ ജോസഫിന് UDF-ൽ സുപ്രധാന പദവി നൽകണമെന്ന ആവശ്യം നേതാക്കൾ ഐകകണ്ഠേന പാസാക്കിയത്. കോട്ടയം ജില്ലാ അധ്യക്ഷൻ ജെയ്സൺ ജോസഫ് യോഗത്തിൽ ഉന്നയിച്ച ഈ ആവശ്യം മറ്റു നേതാക്കളെല്ലാവരും ഒരേ സ്വരത്തിൽ ഏറ്റെടുക്കുകയായിരുന്നു. നേതാക്കൾ കൃത്യമായ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ലഭിക്കുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം തന്നെയാണ് PJ ജോസഫിനായി അവർ ലക്ഷ്യമിടുന്നത് എന്ന് ഉറപ്പിക്കാം. നിലവിൽ ഈ സുപ്രധാന പദവിയിലേക്ക് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരനെ പരിഗണിക്കുന്നുവെന്ന വാർത്തകൾ സജീവമായി നിൽക്കുന്നതിനിടയിലാണ് ജോസഫ് വിഭാഗത്തിന്റെ ഈ അപ്രതീക്ഷിത നീക്കം. സംസ്ഥാന സർക്കാരുമായി മദ്യനയത്തിൽ ഇടഞ്ഞു നിൽക്കുകയാണ് സുധീരൻ. ഈ പദവി അതുകൊണ്ട് അദ്ദേഹം ഏറ്റെടുക്കുമോ എന്ന് വ്യക്തമല്ല. സുധീരൻ പിൻവാങ്ങുന്ന പക്ഷം ജോസഫ് വിഭാഗം പിടിമുറക്കുമെന്ന് ഉറപ്പാണ്. തെരഞ്ഞെടുപ്പിലെ തങ്ങളുടെ മികച്ച സ്ട്രൈക്ക് റേറ്റാണ് ജോസഫ് വിഭാഗം ഇവിടെ ആയുധമാക്കുന്നത്. തങ്ങൾ മത്സരിച്ച 8 സീറ്റുകളിൽ 7ലും മികച്ച വിജയം നേടാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. UDF-ലെ ഏറ്റവും ഉയർന്ന വിജയശതമാനമുള്ള ഘടകകക്ഷി തങ്ങളാണെന്നും അതിനാൽ തന്നെ മുന്നണിയിൽ അർഹമായ പരിഗണന ലഭിക്കണമെന്നുമാണ് അവരുടെ വാദം. നിലവിൽ മന്ത്രിസ്ഥാനം ലഭിച്ചെങ്കിലും അതിനോടൊപ്പം ലഭിച്ച വകുപ്പുകളിൽ പാർട്ടിക്ക് ചെറിയ അതൃപ്തിയുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ സാഹചര്യത്തിൽ വരാനിരിക്കുന്ന ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ വിഭജിക്കുമ്പോൾ പാർട്ടിയുടെ വിജയത്തിന് ആനുപാതികമായി പ്രധാനപ്പെട്ടവ തന്നെ ചോദിച്ചു വാങ്ങാനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. അടുത്തതായി ചേരുന്ന UDF യോഗത്തിൽ കേരള കോൺഗ്രസ് ഈ ആവശ്യം ഔദ്യോഗികമായി ഉന്നയിക്കാനാണ് തയ്യാറെടുക്കുന്നത്. VM സുധീരനെ പോലെ തലമുതിർന്ന ഒരു കോൺഗ്രസ് നേതാവിനെ പരിഗണിക്കുന്ന സ്ഥാനത്തേക്ക് PJ ജോസഫ് കൂടി അവകാശവാദം ഉന്നയിക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വം അതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നത് കണ്ടറിയണം. മുന്നണി മര്യാദകളും ഘടകകക്ഷികളുടെ സമ്മർദ്ദവും എങ്ങനെ സന്തുലിതമായി കൊണ്ടുപോകുമെന്നത് UDF നേതൃത്വത്തിന് മുന്നിലെ വലിയൊരു വെല്ലുവിളിയാണ്. ജോസഫിന് ഈ സ്ഥാനം നിഷേധിക്കപ്പെട്ടാലും അദ്ദേഹത്തെ സർക്കാരിന്റെ ഭാഗമാക്കുവാൻ VD സതീശൻ സന്നദ്ധനാണ്. ഏത് സ്ഥാനം പക്ഷി നൽകുമെന്ന ചിന്തയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. 2 മന്ത്രിസ്ഥാനത്തിന് ആവശ്യം ഉന്നയിച്ചപ്പോൾ 1 നൽകി. കൂടാതെ ചീഫ് വിപ്പ് പദവി കൂടിയാണ് ജോസഫ് വിഭാഗത്തിന് UDF മാറ്റിവെച്ചത്. ഇനി ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർ പദവി നിഷേധിക്കുകയാണെങ്കിൽ പകരം കാർഷിക പരിഷ്കരണ കൗൺസിൽ രൂപീകരിച്ച് അതിന്റെ തലവനാക്കണമെന്ന ആവശ്യവും ജോസഫ് വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 7 MLA-മാരുള്ള പാർട്ടി എന്ന നിലയ്ക്ക് കൂടുതൽ പദവി ജോസഫ് വിഭാഗം ആവശ്യപ്പെടുമ്പോൾ അവരെ തെറ്റുപറയാൻ ഒക്കില്ലെന്ന സത്യം കൂടി തിരിച്ചറിയുന്നുണ്ട് UDF.